കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. രോഗികളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചവർ ഓഫീസിൽ ജോലിക്ക് എത്തുന്നതായാണ് വിവരം. ഇതേറെ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. സർവകലാശാല ക്യാമ്പസിൽ ജീവനക്കാരിൽ പലർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇതര ജീവനക്കാർ ഭീതിയിലാണ്. ടാഗോർ നികേതനിൽ 3 ഓഫീസുകളിലായി 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ വിഭാഗം, അന്വേഷണ വിഭാഗം, റിസർച്ച് വിഭാഗം ഓഫീസുകളിലെ ജീവനക്കാർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രോഗികളുമായി നേരിട്ട് ബന്ധമുള്ള ഈ ഓഫീസുകളിലെ ജീവനക്കാർ ജോലിക്കെത്തുന്നത് ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയേണ്ട ജീവനക്കാർ ജോലിക്കെത്തുന്നത് രോഗവ്യാപനത്തിന് കാരണമാവുമെന്ന ഭീഷണിയിലാണ്. ആരോഗ്യവകുപ്പിന്റെയും സർവകലാശാല ഉന്നത അധികൃതരുടെയും അലംഭാവമാണ് ഇതിന് കാരണം. പ്രൈമറി ബന്ധം സ്ഥാപിച്ചവർക്ക് രോഗലക്ഷണം കാണപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. രോഗലക്ഷണങ്ങൾ കാണപ്പെട്ട വിവരം പ്രോട്ടോകോൾ ഓഫീസർ വിവരമറിയിച്ചെങ്കിലും സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ല. ഇവർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാലിക്കറ്റ് ക്യാമ്പസിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ടായിട്ടും സർവകലാശാല ജീവനക്കാർക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കാൻ സർവകലാശാല സൌകര്യം ഒരുക്കിയിട്ടില്ല. അണുനശീകരണം പോലും ടാഗോർ നികേതനിൽ നടത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.